ഇടുക്കി ജലാശയം മലകളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച. മുന്നിൽ വനങ്ങളും ദ്വീപുകളും. ഇടുക്കി ജില്ലയിലെ 10-ാം മൈൽ അഥവാ കാൽവരി മൗണ്ട്, കല്യാണത്തണ്ട് മലനിരകൾ കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കട്ടപ്പന ചെറുതോണി റൂട്ടാണിത്. തൊടുപുഴ പുളിയന്മല സ്റ്റേറ്റ് ഹൈവേയിൽ ചെറുതോണിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരമാണ് കാൽവരി മൗണ്ടിലേക്കുള്ളത്. കട്ടപ്പനയിൽ നിന്നും 15 കിലോമീറ്ററും. വലിയ വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് സ്ഥലം ഹൈവേയോട് ചേർന്ന് അവൈലബിൾ ആണ്. കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിന്റെ കവാടം കാണാം. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. വലിയ വാഹനങ്ങൾ ഈ കയറ്റം കയറി മുകളിലേക്ക് പോകാറില്ല. ഹൈവേയിൽ നിന്നും വ്യൂ പോയിന്റിലേക്ക് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. കോൺക്രീറ്റ് ചെയ്ത ചെറിയ വഴിയാണിത്. വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെയും വ്യൂ പോയിന്റിലേക്ക് പോകുന്നവരെയും കാണാം. മലമുകളിലെ അപ്പാർട്ട്മെന്റ്സ്. കയറ്റം കയറി വരുമ്പോൾ ഇങ്ങനൊരു വലിയ കപ്പലിന്റെ ശില്പം കാണാം. ഫോട്ടോസ് എടുക്കാനും മറ്റുമായി കപ്പലിനകത്തേക്ക് കയറാവുന്നതാണ്. എൻട്രി പാസ് ഉണ്ട്. ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു കപ്പൽ. കപ്പലിനോട് ചേർന്ന് ചെറിയൊരു കുളവുമുണ്ട്. നമ്മൾ വീണ്ടും കയറ്റം കയറുകയാണ്. വഴിയോട് ചേർന്ന് റിസോർട്ടുകൾ, തേയിലത്തോട്ടങ്ങൾ. കാൽവരി മൗണ്ട് ഒരു കുരിശുമല കൂടിയാണ്. കാൽവരി മൗണ്ട് കാണുവാൻ എപ്പോഴും തന്നെ സന്ദർശകർ എത്താറുള്ളതാണ്. മലമുകളിലെ മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം തന്നെയാണ് അതിന് കാരണം. എന്നിരുന്നാലും കൂടുതൽ ഭംഗി ഒക്ടോബർ മുതൽ ഫെബ്രുവരി സമയത്താണെന്നും പറയാം. ഇടുക്കി ഡാമിന്റെ കാഴ്ചയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. എൻട്രി ഫീസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബോർഡ് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ എൻട്രി പാസ്. മുതിർന്നവർക്ക് 40 കുട്ടികൾക്ക് 20 രൂപയുമാണ് എൻട്രി ഫീസ്. എൻട്രി പാസ് ഒക്കെയും എടുത്ത് നമ്മളും കാൽവരി മൗണ്ടിലെ ദൃശ്യഭംഗി കാണുവാനായി നടക്കുകയാണ്. സന്ദർശകർക്കായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ബോർഡ് കാണാം. വിനോദസഞ്ചാരികൾക്കായി അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ ഇക്കോ ടൂറിസം ഏരിയയുടെ അതിർത്തികൾ കടന്നുള്ള യാത്ര ശിക്ഷാർഹമാണ്. നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തിലും കൂടി പെടുന്ന കാര്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, ചെടികളിലെ പൂവുകൾ പറിക്കരുത് എന്നും നിർദ്ദേശങ്ങളിൽ കാണാം. നടന്നു പോകുന്ന വഴിയുടെ ഇരുവശവും മനോഹരമായ ഗാർഡൻ കാണാം. ഇവിടെ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹട്ട് കാണാം. ഇത്തരം കുടിലുകൾ വേറെയുമുണ്ട്. ഇത് മറ്റൊരു കുടിലാണ്. മല കയറാൻ മടിയുള്ളവരാണെന്ന് തോന്നുന്നു ഇവിടെ സമയം ചിലവഴിക്കുന്നത്. ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഇവിടം. ദൂരെ കാണുന്ന കുന്നിൻ മുകളിലും അത് കഴിഞ്ഞും നമുക്ക് പോകുവാൻ സാധിക്കും. ഇടയ്ക്ക് ചില ഇടവഴികളും കാണാം. മലമുകളിലേക്ക് നടക്കുമ്പോൾ സമാന്തരമായ 2 വഴികൾ. ഒരു ചിത്രകാരന്റെ ഭാവനയിൽ എന്ന പോലെ മലകളെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഇടുക്കി ജലാശയം. അപ്പാർട്ട്മെന്റുകളുടെ ദൂരക്കാഴ്ചകൾ. ഇടുക്കി റിസർവോയറിന്റെ കാഴ്ച കുറച്ചുകൂടി അടുത്തേക്ക് കാണുവാനുള്ള ഒരു ശ്രമമാണ്. ഇതിലെ ഒരു ചെറിയ വഴിയുണ്ട്. ഇടുക്കി ജലാശയത്തിലെ ചെറു ദ്വീപുകളുടെ കാഴ്ചകളും. മനോഹരമായ താഴ്വാര കാഴ്ചകൾ. ചെറിയ തോതിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. തെരുവപ്പുല്ലുകളുടെയും എഴുകചെടികളുടെയും ഇടയിലൂടെ ഇടുക്കി ഡാം കാണുവാൻ ഒരു ശ്രമം. ഇവിടെയും ആളുകളുണ്ട്. ഇടുക്കി ഡാമിന്റെ ഈ ഒരൊറ്റ കാഴ്ച മതിയാകും ഈ വ്യൂ പോയിന്റിനെ പ്രശസ്തമാക്കാൻ. നമ്മൾ വീണ്ടും മലകയറ്റം തുടരുകയാണ്. വഴിയുടെ ഒരു വശത്ത് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം. ദേ ഈ സംഭവമാണ് ജണ്ട. സർക്കാർ ഭൂമിയുടെ അതിർവരമ്പുകൾ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അതിര്. തേയിലത്തോട്ടത്തിന് പുറമെ പൂക്കളും. ഇവിടെ ഉണ്ടായിരുന്ന കുരിശ് ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെണ്ട പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. വഴി ഇങ്ങനെ മലമുകളിലേക്ക് നീണ്ടു കിടക്കുകയാണ്. മലകയറ്റമൊക്കെ ആസ്വദിച്ച് തന്നെ ചെയ്യണം. ശരീരത്തിനും ഒരു എക്സസൈസ് ആവുമല്ലോ. കള്ളിമുൾ ചെടികളുടെ ഒരു കൂട്ടം കാണാം.
ഇവിടെ ഒരു പോത്ത് പുല്ല് തിന്നുന്നുണ്ട്. പുള്ളി അത്യാവശ്യം ടെററാണെന്നാണ് തോന്നുന്നത്. ഭാഗ്യത്തിന് ഇടി കിട്ടിയില്ല. ഇനി അങ്ങോട്ട് വഴി മോശമാവും. കാൽവരി മൗണ്ട് മലനിരകൾ സിനിമകളിലും ഭാഗമായിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരം, ഇടുക്കി ഗോൾഡ് എന്നിവ അതിൽ ചെറുതാണ്. വീണ്ടും കള്ളിമുൾ ചെടികൾ, താഴ്വാര കാഴ്ചകളും. വഴി കുത്തനെയുള്ള കയറ്റമായി. ദൂരെ കാണുന്ന മലയാണ് നമ്മുടെ ലക്ഷ്യം. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തുകൂടിയാണ് അഞ്ചുരുളി ടണൽ കടന്നു പോകുന്നത്. ഇവിടെ ചെറിയൊരു ഇടവഴി കാണാം. കാൽവരി മൗണ്ട് ടൗൺ ആണ് അങ്ങ് ദൂരെ കാണുന്നത്. വീണ്ടും നമ്മൾ മല കയറുന്നു. വലിയ പാറക്കല്ലുകളൊക്കെ വഴിക്ക് വന്നു തുടങ്ങി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ സ്മരണയുണർത്തുന്ന 14 സ്ഥലങ്ങളാണ് ഈ കുരിശുകൾ. ക്രിസ്തുമത വിശ്വാസപ്രകാരം വലിയ നോമ്പിലും യേശുവിന്റെ മരണത്തിന്റെ ഓർമ്മയായ ദുഃഖവെള്ളിയാഴ്ചയിലും മലമുകളിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്താറുള്ളതാണ്. കുറച്ചൊന്ന് മഞ്ഞു മൂടിയ ഡാമിന്റെ കാഴ്ച കാണാം. മലമുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുരിശ് കാണാം. അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുന്നു. ആനമുടി ഉൾപ്പെടെയുള്ള മലകളുടെ വിദൂര കാഴ്ചകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. കടുത്ത വേനലിലൊഴികെ ഇവിടെ മഞ്ഞും തണുപ്പും സാധാരണമാണ്. കാൽവരി മൗണ്ട് ടൗണും നമ്മൾ നടന്നു വന്ന വഴിയും ദൂരക്കാഴ്ചയിൽ ദൃശ്യമാണ്. മലമുകളിലെ കുരിശിൻ ചുവട്ടിൽ വിശ്രമിക്കുന്നവരെയും കാണാം. അങ്ങനെ നമ്മൾ മലയിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ. മലനിരകളുടെ കാഴ്ചകൾ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. അത്രത്തോളം പ്രകൃതി സൗന്ദര്യം ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു നായ്ക്കുട്ടി വിശ്രമിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് കാൽവരി മൗണ്ട് ടൗണിൽ വന്നിരിക്കുന്നു. സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബസ്സുകളും കാണാം. ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്ന കല്യാണത്തണ്ട് മലനിരകളിലേക്ക് ഇനിയും വരുമെന്ന ഉറപ്പിൽ ഇത്തവണത്തേക്ക് യാത്ര പറയുന്നു.